എ പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ CPM ജില്ലാ നേതൃത്വം. CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ എത്തി. തത്സമയ ദൃശ്യങ്ങളിലേക്ക് പോകുന്നു. ആദ്യം മിഥുൻ മുരളിയും ചേരുന്നു വിവരങ്ങളുമായി. മിഥുൻ, ഇനി അനുനയിപ്പിക്കൽ ശ്രമം തന്നെയാണ്. എ പത്മകുമാർ പരസ്യമായി തന്നെ അതൃപ്തി പ്രകടമാക്കി. തുടർന്നും അത്തരത്തിലുള്ള അതൃപ്തിയുമായി പലരും രംഗത്തെത്തിയിട്ടുണ്ട്. ഇനിയും നേതാക്കൾക്ക് അതൃപ്തിയുണ്ട് എന്ന് പത്മകുമാർ പറഞ്ഞു വയ്ക്കുമ്പോൾ അടുത്ത ശ്രമം CPMന്റെ ഭാഗത്തു നിന്നും ഉണ്ടാകുന്നത് അനുനയിപ്പിക്കാനുള്ള ശ്രമം തന്നെയാണ്. അതിനായി CPM ജില്ലാ നേതൃത്വം ഒരുങ്ങുന്നു. അതിന്റെ ഭാഗമായിട്ട് രാജു എബ്രഹാം പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുന്നു. തത്സമയ ദൃശ്യങ്ങളിലേക്ക് നമുക്ക് ആദ്യം പോകാം. തത്സമയ ദൃശ്യങ്ങളിലേക്ക് മിഥുൻ മുരളി ചേരുന്നു. മിഥുൻ, രാവിലെ പത്മകുമാറിനെതിരെ പ്രതിരോധവുമായി എത്തിയ വ്യക്തിയാണ് രാജു എബ്രഹാം. ഇപ്പോൾ പത്മകുമാറുമായുള്ള കൂടിക്കാഴ്ചയ്ക്കായി അദ്ദേഹം ആറന്മുളയിലെ പത്മകുമാറിൻ്റെ വസതിയിൽ എത്തിച്ചേർന്നിരിക്കുകയാണ്. എപ്പോഴാകും കൂടിക്കാഴ്ചയിൽ പ്രധാനമായും ഉയരുന്നത് ഒരു സമവായ ശ്രമം തന്നെയായിരിക്കുമോ? അനുനയത്തിനുള്ള നീക്കം തന്നെയാണോ CPM രാജു എബ്രഹാമിലൂടെ നടത്തുന്നത്? രോഹിണി, തീർച്ചയായും ഒരു അനുരഞ്ജന ശ്രമം തന്നെ എന്ന് വേണം വിലയിരുത്താൻ. കാരണം CPMൽ പതിവില്ലാത്ത ഒരു കൂടിക്കാഴ്ചയാണിത്. എന്തെങ്കിലും പാർട്ടിക്ക് എതിരെ ആരെങ്കിലും പരസ്യ പ്രതികരണങ്ങൾ നടത്തിയാൽ സാധാരണ ജില്ലാ കമ്മിറ്റി മുതലുള്ള സംഘടനാ ഘടകങ്ങളിൽ ചർച്ച ചെയ്ത് നടപടിയെടുക്കുകയാണ് സാധാരണ പതിവ്. പക്ഷേ ഇവിടെ ജില്ലാ സെക്രട്ടറി തന്നെ നേരിട്ട് അദ്ദേഹത്തെ അനുരഞ്ജനത്തിലൂടെ പാർട്ടിയുടെ വരുതിയിലേക്ക് കൊണ്ടുവരുന്നതിനുള്ള ശ്രമങ്ങളുടെ ഭാഗമായി വീട്ടിലേക്ക് നേരിട്ട് എത്തിയിരിക്കുന്നു. ഇനിയുള്ള മണിക്കൂറുകളിൽ അനുരഞ്ജന ചർച്ചയായിരിക്കും ഉണ്ടാവുക. ഇത് സംബന്ധിച്ചിട്ടുള്ള ആദ്യഘട്ട കൂടിക്കാഴ്ചയാണ് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം ആറന്മുളയിലെ പത്മകുമാറിന്റെ വീട്ടിലേക്ക് നേരിട്ടെത്തി നടത്തുന്നത്. നേരത്തെ പത്മകുമാർ പറഞ്ഞത് പാർട്ടി തനിക്കെതിരെ എന്ത് നിലപാടെടുത്താലും തനിക്ക് പ്രശ്നമല്ല. നിലപാടെടുക്കാൻ പാർട്ടിയെ വെല്ലുവിളിക്കുകയായിരുന്നു. പാർട്ടി തനിക്കെതിരെ നടപടിയെടുക്കാൻ വെല്ലുവിളിക്കുകയായിരുന്നു പത്മകുമാർ കഴിഞ്ഞ മണിക്കൂറുകളിലെല്ലാം ചെയ്തിരുന്നത്. പാർട്ടി സംവിധാനത്തിൽ ആരെങ്കിലും പരസ്യ പ്രതിഷേധം നടത്തിയാൽ, പരസ്യ പ്രതികരണം നടത്തിയാൽ പാർട്ടി നടപടിയെടുക്കും. അതാണ് വേണ്ടത്. താനല്ല ഏത് പ്രവർത്തകനായാലും ഏത് നേതാവായാലും സംഘടനയുടെ പ്രവർത്തനങ്ങൾക്ക് വിപരീതമായി സംഘടനാ ഘടകങ്ങളിലല്ലാതെ പരസ്യ പ്രതികരണം നടത്തിയാൽ നടപടിയാണ് എടുക്കേണ്ടത്. തനിക്കെതിരെ നടപടിയെടുക്കൂ എന്ന് ആവർത്തിച്ച് പറയുകയായിരുന്നു എ പത്മകുമാർ. അത് പാർട്ടിക്കെതിരെയുള്ള ഒരു വെല്ലുവിളിയാണ് എന്ന് തന്നെ വേണം വ്യാഖ്യാനിച്ചെടുക്കാൻ, വായിച്ചെടുക്കാൻ. ഇന്ന് ഇത്രയും മണിക്കൂറിന് ഇടയിൽ അദ്ദേഹം തന്റെ നിലപാട് വ്യക്തമാക്കുന്നു. തനിക്ക് കഴിഞ്ഞ ദിവസങ്ങളിൽ വൈകാരികമായ ഒരു അഭിപ്രായ പ്രകടനം, പാർട്ടിക്കുള്ളിൽ നീതിരഹിതമായ പ്രവർത്തനം ഉണ്ടായപ്പോൾ തന്നെ പോലുള്ള വർഷങ്ങളുടെ പ്രവർത്തന പരിചയമുള്ള പ്രവർത്തകന്മാരെ താഴ്ന്നുകൊണ്ട് പാർലമെന്ററി പാർട്ടി സംവിധാനത്തിൽ മാത്രം കഴിഞ്ഞ കുറച്ചു നാളായി പ്രവർത്തിച്ച വീണ ജോർജിനെ പോലെയുള്ളവരെ സംസ്ഥാന കമ്മിറ്റിയിലേക്ക് ഉൾപ്പെടുത്തിയതിലുള്ള പ്രതിഷേധം വൈകാരികമായി താൻ ആദ്യം ഫേസ്ബുക്ക് പോസ്റ്റിലൂടെ പ്രകടിപ്പിക്കുന്നു. അത് തെറ്റായിപ്പോയി എന്ന് മനസ്സിലാക്കിയപ്പോൾ അത് പിൻവലിക്കുന്നു. പിന്നീട് മാധ്യമങ്ങളിൽ കൂടി തന്റെ നിലപാട് അതേ രീതിയിൽ തന്നെ ഉറപ്പിക്കുകയും ചെയ്യുകയായിരുന്നു അദ്ദേഹം പിന്നീട് പറഞ്ഞത് മുഴുവൻ തനിക്കെതിരെ പാർട്ടി നടപടിയെടുക്കൂ എന്നായിരുന്നു. അത് പാർട്ടിക്കെതിരെയുള്ള ഒരു വെല്ലുവിളി തന്നെയായിരുന്നു. നടപടിയെടുത്താലും തനിക്ക് പ്രശ്നമില്ല എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയായിരുന്നു. ആ പ്രതികരണങ്ങളിലൂടെയെല്ലാം തന്നെ ഇപ്പോൾ ഈ ഇദ്ദേഹത്തെ അനുരഞ്ജന ശ്രമത്തിലൂടെ വരുതിക്ക് കൊണ്ടുവരുന്നതിനായി പാർട്ടി ജില്ലാ നേതൃത്വത്തിന്റെ ഇടപെടലിലൂടെ ശ്രമങ്ങൾ ഉണ്ടായേക്കുമെന്ന് ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം രാവിലെ ചില സൂചനകൾ നൽകിയായിരുന്നു. അദ്ദേഹത്തിന്റെ പ്രതികരണത്തിൽ രാജു എബ്രഹാം വ്യക്തമാക്കിയത് ഇന്ന് തന്നെ കൂടിയാലോചനകൾ ഉണ്ടാകും, അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തും എന്നുള്ളതായിരുന്നു. ഇന്ന് ഉച്ചയോടെ അല്പസമയം മുൻപ് രാജു എബ്രഹാം നേരിട്ട് ആറന്മുളയിലെ വീട്ടിലേക്ക് എത്തുന്നു. ഇനി അനുരഞ്ജന ശ്രമത്തിലൂടെ ഇദ്ദേഹത്തെ വരുതിയിലേക്ക് കൊണ്ടുവരാൻ സാധിക്കുമോ? പാർട്ടി തനിക്ക് മാത്രമല്ല പാർട്ടിയിൽ ഇത്തരത്തിലുള്ള അതൃപ്തിയുള്ളത്. ഒട്ടനവധി ആളുകൾ ഇത്തരത്തിൽ പാർട്ടിയുടെ നീതിരഹിതമായ പ്രവർത്തനങ്ങൾക്കെതിരെ അതൃപ്തരാണ് എന്നുകൂടി എ പത്മകുമാർ പറഞ്ഞു വെച്ചിരുന്നു. താൻ തുറന്നു പറയാൻ തയ്യാറായി എന്ന് മാത്രമാണ്, പരസ്യ പ്രതിഷേധം അറിയിച്ചു എന്ന് മാത്രമാണ്. പക്ഷേ ഇതേ മാനസിക നിലയുള്ള പാർട്ടി നീതിരഹിതമായി പ്രവർത്തിക്കുന്നതിനെതിരെ പാർട്ടിക്കെതിരെ കടുത്ത അമർഷമുള്ള ഒട്ടനവധി ആളുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് അദ്ദേഹം പറഞ്ഞു വെക്കുകയും കൂടി ചെയ്തിരുന്നു. അങ്ങനെയാണെങ്കിൽ അദ്ദേഹത്തെ പുറത്താക്കുകയോ അല്ലെങ്കിൽ സംഘടനാപരമായ നടപടിയെടുക്കൂ എന്ന് പത്മകുമാർ പറയുമ്പോൾ അത്തരത്തിലുള്ള നടപടികളിലേക്ക് പാർട്ടി പോയാൽ പാർട്ടി കൂടുതൽ പ്രതിരോധത്തിലാകും എന്നുള്ള ഒരു വിലയിരുത്തലിലൂടെയാകണം ഇപ്പോൾ ജില്ലാ നേതൃത്വം നേരിട്ട് ഇടപെട്ട് അദ്ദേഹത്തിന്റെ വീട്ടിലേക്ക് എത്തി അനുരഞ്ജന ശ്രമങ്ങൾ നടത്തുന്നത് എന്ന് വേണം വിലയിരുത്താൻ. എന്തായാലും അടുത്ത 12-ാം തീയതി ഒരു ജില്ലാ കമ്മിറ്റി ചേരുന്നുണ്ട്. ആ ജില്ലാ കമ്മിറ്റിയിൽ ഇദ്ദേഹത്തിന്റെ ഈ പരസ്യ പ്രതികരണത്തിനെതിരെയുള്ള വിഷയങ്ങളടക്കം ചർച്ചയാക്കും. നടപടികൾ എടുക്കുന്നുണ്ടെങ്കിൽ ആ ജില്ലാ കമ്മിറ്റിയുടെ ചർച്ചയ്ക്ക് ശേഷം മാത്രമായിരിക്കുമെന്നാണ് രാവിലെ രാജു എബ്രഹാം അറിയിച്ചത്. പക്ഷേ അത്തരത്തിലുള്ള നടപടികളിലേക്കൊന്നും പോകാനുള്ള സാധ്യത
വിരളം എന്ന് സൂചിപ്പിക്കുന്ന തരത്തിലാണ് ഇപ്പോൾ ഈ അനുരഞ്ജന ശ്രമങ്ങൾ ഉള്ളത്. അത് നമ്മൾ നേരത്തെ സൂചിപ്പിച്ചതുപോലെ ഇദ്ദേഹം പറഞ്ഞു വെക്കുന്നുണ്ട്, ഒട്ടനവധി ആളുകൾ ഇത്തരത്തിൽ പാർട്ടിക്കെതിരെ അതൃപ്തി മനസ്സിൽ ഉളവാക്കിക്കൊണ്ട് മനസ്സിൽ സൂക്ഷിച്ചുകൊണ്ട് ഒട്ടനവധി ആളുകൾ പാർട്ടിക്കുള്ളിൽ ഉണ്ട് എന്ന് പറഞ്ഞു വെക്കുന്നുണ്ട്. അതിൽ ഒരു പ്രതിനിധി മാത്രമാവുകയായിരുന്നു താൻ തുറന്നു പറയാൻ തയ്യാറാവുകയായിരുന്നു താൻ എന്നും കൂടി പത്മകുമാർ പറഞ്ഞു വെക്കുന്നുണ്ട്. എ കെ ബാലനെ പോലെ തനിക്കെതിരെ പ്രതികരിച്ച കൊക്കിലൊതുങ്ങുന്നതിലധികം കൂടുതൽ സ്ഥാനമാനങ്ങൾ ലഭിച്ചവരുണ്ട് പാർട്ടിയിൽ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു പരസ്യ പരിഹാസ രൂപേണയായിരുന്നു എ കെ ബാലന്റെ അടക്കം പ്രതികരണങ്ങൾ ഈ വിഷയത്തിൽ പത്മകുമാറിനെതിരെ വന്നത്. അപ്പോൾ അദ്ദേഹം പറഞ്ഞു വെക്കുന്നത്, എ കെ ബാലൻ ഉൾപ്പെടെയുള്ളവർ മനസ്സിലാക്കേണ്ടത് തനിക്ക് എന്തെങ്കിലും സ്ഥാനമാനങ്ങൾ ലഭിക്കാനിട്ടല്ല താൻ പ്രതികരണം നടത്തിയത്. നീതിരഹിതമായിട്ടുള്ള പാർട്ടിയുടെ പ്രവർത്തനങ്ങൾക്ക് എതിരെയായിരുന്നു തന്റെ പ്രതികരണം. ഒരു പോയിന്റ് മാത്രം ഫോക്കസ് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിമർശനങ്ങളെല്ലാം. അത് പ്രധാനമായിട്ടും വീണ ജോർജിനെ പോലെ പാർട്ടിയിലേക്ക് എത്തി സംഘടനാപരമായ പ്രവർത്തന പരിചയങ്ങൾ ഒന്നുമില്ലാത്ത പാർലമെന്ററി പ്രവർത്തനം മാത്രമുള്ള മന്ത്രി പദവി മാത്രമുള്ള വീണ ജോർജിനെ സംസ്ഥാന സമിതിയിൽ പ്രത്യേക ക്ഷണിതവാക്കി എന്നുള്ളത് മാത്രം പോയിന്റ് ഔട്ട് ചെയ്തുകൊണ്ടായിരുന്നു അദ്ദേഹത്തിന്റെ ഇന്നത്തെ വിമർശനങ്ങൾ എല്ലാം ഉണ്ടായിരുന്നത്. ഇതുപോലെ പാർട്ടിയിൽ വർഷങ്ങളുടെ പ്രവർത്തന പാരമ്പര്യമുള്ള സംഘടനാപരമായും പാർലമെന്ററി പരമായും രാഷ്ട്രീയപരമായും പാർട്ടിക്ക് വേണ്ടി പ്രവർത്തിച്ച ഒട്ടനവധി ആളുകൾ CPM നിൽക്കുമ്പോൾ ഇങ്ങനെ ഇവരെല്ലാം തഴഞ്ഞുകൊണ്ട് പുതുമുഖമായിട്ടുള്ള പുതിയ പ്രവർത്തന പാരമ്പര്യ കഴിഞ്ഞ മുൻ വർഷങ്ങളിൽ മാത്രം പാർട്ടിയിലേക്ക് എത്തിയ ആളുകളെ ഇങ്ങനെ സംസ്ഥാന സമിതിയിൽ ഉൾപ്പെടുത്തുന്നതിനെതിരെയായിരുന്നു അദ്ദേഹത്തിന്റെ വിമർശനം. ഇന്ന് അദ്ദേഹം വിമർശനം പ്രധാനമായും ഫോക്കസ് ചെയ്തതും ഈ വീണ ജോർജിനെ കേന്ദ്രീകരിച്ചുകൊണ്ട് തന്നെയായിരുന്നു. എന്തായാലും വീണ ജോർജിനെ വിമർശിച്ചുകൊണ്ടുള്ള ഈ നിലപാടിനെ രാജു എബ്രഹാം രാവിലെ തള്ളിയിട്ടുണ്ട്. രാജു എബ്രഹാം പറഞ്ഞത്, വീണ ജോർജ് പാർലമെന്ററി പരമായിട്ടും സംഘടനാപരമായിട്ടും മികവുറ്റ പ്രവർത്തനം കാഴ്ചവെച്ച വ്യക്തിയാണ്, അതുകൊണ്ട് സംസ്ഥാന കമ്മിറ്റിയിലേക്ക് തെരഞ്ഞെടുത്തതിൽ തെറ്റില്ല എന്നുള്ള ഒരു ന്യായീകരണമായിരുന്നു രാജു എബ്രഹാം രാവിലെ അറിയിക്കുകയും ചെയ്തിരുന്നത്. ഇനി എങ്ങനെയാണ് അനുരഞ്ജന ശ്രമത്തിലൂടെ പത്മകുമാറിനെ പാർട്ടിയുടെ വരുതിയിലേക്ക് കൊണ്ടുവരുമോ, ഈ പ്രശ്നങ്ങൾക്ക് ശമനം ഉണ്ടാകുമോ, ഈ സംസ്ഥാന സമ്മേളനം തുടങ്ങി CPM-നുള്ളിൽ പൊട്ടിപ്പുറപ്പെട്ട ആ കലാപങ്ങളുടെ എല്ലാം തുടക്കം പത്മകുമാറിൽ നിന്നായിരുന്നു. പിന്നീട് സംസ്ഥാന രാഷ്ട്രീയത്തിലെ CPM-ലെ പ്രബലരായിട്ടുള്ള പല നേതാക്കളും ഇത്തരത്തിലുള്ള വിമർശനം ഉന്നയിച്ചുകൊണ്ട് രംഗത്തെത്തുകയും ചെയ്തു. ഇതിനെല്ലാം ഒരു ശമനം ഉണ്ടാക്കുക എന്നുള്ള ലക്ഷ്യത്തോടെയാണ് ഇപ്പോൾ CPM ജില്ലാ നേതൃത്വം ഇടപെട്ടുകൊണ്ട് ഒരു അനുരഞ്ജന ചർച്ച കൂടിക്കാഴ്ച ആറന്മുളയിലുള്ള ഈ പത്മകുമാറിന്റെ വീട്ടിലേക്ക് ജില്ലാ സെക്രട്ടറി നേരിട്ട് എത്തി നടത്തിക്കൊണ്ടിരിക്കുന്നത്. ഇനി അത് ഏത് രീതിയിൽ പരിഹരിക്കാനുള്ള CPM ജില്ലാ നേതൃത്വത്തിന്റെ ശ്രമങ്ങൾ ഫലപ്രദമാകുമോ എന്നുള്ളതാണ് ഉറ്റുനോക്കാനുള്ളത്. ശരി മിഥുൻ. പത്മകുമാറിനെ അനുനയിപ്പിക്കാൻ CPM ജില്ലാ നേതൃത്വം, CPM ജില്ലാ സെക്രട്ടറി രാജു എബ്രഹാം പത്മകുമാറിന്റെ ആറന്മുളയിലെ വസതിയിലെത്തി കൂടിക്കാഴ്ച നടത്തുകയാണ്. മിഥുൻ മുരളിയാണ് വിവരങ്ങൾ നൽകിയത്.